ഹലോ ട്രെയിനീസ്, ഇന്ന് നമ്മൾ കൈകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങൾ തിരിച്ചറിയാനാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ: കൈകൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ തിരിച്ചറിയുക, അവയുടെ ഉപയോഗവും തിരിച്ചറിയുക. ലെറ്റ്സ് സ്റ്റാർട്ട്. പ്രവർത്തനത്തിനായി കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗം കാണിക്കുക. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണം നോക്കാം. ഇതിനെ ഹാൻഡ് സോ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ കണ്ടതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി മരം മുറിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതിന് ആദ്യം ഹാൻഡിൽ മുറുകെ പിടിക്കുക. എന്നിട്ട് ബ്ലേഡിന്റെ മുനയുള്ള അറ്റം മുറിക്കേണ്ട സ്ഥലം അടയാളപ്പെടുത്തിയ വരയിൽ തടി വയ്ക്കുക. എന്നിട്ട് തടി മുറിക്കാൻ ബ്ലേഡ് വേഗത്തിൽ മുന്നോട്ടും പിന്നോട്ടും നീക്കുക. ശ്രദ്ധിക്കുക, ബ്ലേഡിന്റെ പാതയിൽ നിങ്ങളുടെ കൈ വയ്ക്കരുത്. ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ചില ഉപയോഗപ്രദമായ നുറുങ്ങുകൾ ഇതാ. നിങ്ങൾ വെട്ടിയെടുക്കാൻ സോ ഉപയോഗിക്കുമ്പോൾ നിങ്ങളത് 45 ഡിഗ്രി കോണിൽ പിടിക്കുകയും തുടർന്ന് മുറിക്കാൻ ഉപയോഗിക്കുകയും വേണം. നിങ്ങളത് ഉപയോഗിച്ച് മുറിക്കുമ്പോൾ ആംഗിൾ മാറ്റരുത്. ആഴത്തിലുള്ള മുറിവുകൾ ചെയ്യാൻ സോയിൽ ലംബമായി സമ്മർദ്ദം ചെലുത്തരുത്. തടി വേഗത്തിൽ മുറിക്കണമെങ്കിൽ സോ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന വേഗത കൂട്ടുക. കൂടുതൽ കൃത്യമായ അളവിൽ ലഭിക്കാൻ നിങ്ങളുടെ ചൂണ്ടുവിരൽ ബ്ലേഡിന്റെ ഹാൻഡിൽ വയ്ക്കുക. ഇത് യഥാർത്ഥത്തിൽ ബ്ലേഡ് കൂടുതൽ എളുപ്പത്തിൽ നയിക്കാൻ നിങ്ങളെ സഹായിക്കും. മുറിക്കാൻ ബ്ലേഡിന്റെ മുഴുവൻ നീളവും ഉപയോഗിക്കുക. അതിനാൽ ബ്ലേഡിന്റെ മുകൾ ഭാഗവും ബ്ലേഡിന്റെ അടിഭാഗവും സ്പർശിക്കുന്ന തരത്തിൽ ബ്ലേഡ് നീക്കേണ്ടതുണ്ട്. ഈ ഉപകരണം നമ്മൾ പൂർത്തിയാക്കി. ഈ കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണം നോക്കാം. ഇതിനെ ഹാൻഡ് പ്ലെയിനർ എന്ന് വിളിക്കുന്നു. നിങ്ങൾ കണ്ടതുപോലെ മരം മിനുസപ്പെടുത്താനും അതിന്റെ കനം കുറയ്ക്കാനും ഇത് ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നതിന് ആദ്യം നിങ്ങളുടെ 2 കൈകളാലും പിടിക്കുക. നിങ്ങളിൽ നിന്ന് ഒരു ദിശയിലേക്ക് നീക്കാൻ ശ്രമിക്കുമ്പോൾ ഹാൻഡ് പ്ലെയിനർ അമർത്തുക. നിങ്ങളുടെ നേരെ നീക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിക്കുക. തടി ഷേവ് ചെയ്യാൻ അത് നീക്കുമ്പോൾ അതിൽ സമ്മർദ്ദം ചെലുത്തുക. ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ചില ഉപയോഗപ്രദമായ നുറുങ്ങുകൾ ഇതാ. കൈതലത്തിൽ നിന്ന് കത്തി നീക്കം ചെയ്യുക. തടി ഷേവ് ചെയ്യുന്നത് എളുപ്പമാക്കാൻ ഇത് മൂർച്ച കൂട്ടുക. ഇത് മൂർച്ച കൂട്ടാൻ നിങ്ങൾ ഒരു എണ്ണക്കല്ലും ഏതാനും തുള്ളി എണ്ണയും ഉപയോഗിക്കേണ്ടതുണ്ട്. തടി കൂടുതലോ കുറവോ ഷേവ് ചെയ്യുന്നതിനായി കത്തിയുടെ നീണ്ടു നിൽക്കുന്ന ഭാഗത്തിന്റെ നീളം ക്രമീകരിക്കുക. നീളം കൂടുമ്പോൾ കൂടുതൽ തടി ക്ഷൗരം ചെയ്യും. നീളം കുറയുമ്പോൾ തടി കുറയും. ഗ്രെയിനിന്റെ ദിശയിൽ മരം ഷേവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഉപകരണം ഉപയോഗിച്ച് നമ്മൾ പൂർത്തിയാക്കി. ഇതിനെ ഫെർമർ ചിസൽ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ മരം മുറിക്കാനോ കൊത്തുപണി ചെയ്യാനോ ഇത് ഉപയോഗിക്കുന്നു. ഈ ലക്ഷ്യം നേടുന്നതിന് ഇതൊരു മാലറ്റിനൊപ്പം ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നതിന് ആദ്യം ഹാൻഡിൽ മുറുകെ പിടിക്കുക. തുടർന്ന് ബ്ലേഡിന്റെ അറ്റം മരത്തിൽ അടയാളപ്പെടുത്തിയ വരയിൽ വയ്ക്കുക. അതിലൂടെ അത് മുറിക്കണം. തുടർന്ന് മരം മുറിക്കാൻ ഒരു മാലറ്റ് ഉപയോഗിച്ച് ഉളിയടിക്കുക. ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ചില ഉപയോഗപ്രദമായ നുറുങ്ങുകൾ ഇതാ. മരപ്പണി ചെയ്യുമ്പോൾ അതിന്റെ താഴത്തെ അരികിൽ ഉളി പിടിക്കുക. ഇത് സൂക്ഷ്മമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് എളുപ്പമാക്കും. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഉളിയുടെ വഴിയിൽ ഒരിക്കലും കൈവയ്ക്കരുത്. ഉളിക്കും കൈക്കും ഇടയിൽ തടിയുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഉളി പെട്ടെന്ന് മരത്തിലൂടെ കടന്നുപോകുകയും നിങ്ങളുടെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടാകാം. ഇതിനെ ഒരു ത്രികോണ ഫയൽ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ബ്ലേഡിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ തടവി വ്യത്യസ്ത ബ്ലേഡുകൾ മൂർച്ച കൂട്ടാൻ ഇത് ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നതിന് ആദ്യം ഹാൻഡിൽ മുറുകെ പിടിക്കുക. എന്നിട്ട് മൂർച്ച കൂട്ടേണ്ട ബ്ലേഡിന്റെ മുനയുള്ള അരികിൽ ഫയൽ വയ്ക്കുക. എന്നിട്ട് ആ മുനയുള്ള അരികിൽ മൂർച്ച കൂട്ടാൻ ഫയൽ ഒരു ദിശയിലേക്ക് മാത്രം നീക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഫയലിന്റെ മറ്റേ അറ്റം പിടിക്കുക. ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ചില ഉപയോഗപ്രദമായ നുറുങ്ങുകൾ ഇതാ. ഒരു ഹാൻഡ് സോ മൂർച്ച കൂട്ടുമ്പോൾ നിങ്ങൾ ഓരോ മുനയുള്ള അരികുകളും എത്ര തവണ മൂർച്ച കൂട്ടുന്നു എന്ന് എണ്ണുക. ഒരു വശത്ത് നിന്ന് ഇതര മുനയുള്ള അരികുകൾ മാത്രം മൂർച്ച കൂട്ടുകയും മറുവശത്ത് നിന്ന് മുനയുള്ള അരികുകൾ മൂർച്ച കൂട്ടുകയും ചെയ്യുക. ഈ ഉപകരണം നമ്മൾ ഉപയോഗിച്ച് പൂർത്തിയാക്കി. ഇതിനെ എണ്ണക്കല്ല് എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ വ്യത്യസ്ത ബ്ലേഡുകൾ മൂർച്ച കൂട്ടാൻ ഇത് ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നതിന് ആദ്യം അത് ഒരു മേശയുടെ ഉപരിതലത്തിൽ ദൃഢമായി സ്ഥാപിക്കുക. എണ്ണക്കല്ലിൽ എണ്ണ പുരട്ടുക. അത് ഒരു ബ്ലേഡ് മൂർച്ച കൂടുമ്പോൾ ലൂബ്രിക്കൻ്റായി പ്രവർത്തിക്കും. എന്നിട്ട് മൂർച്ച കൂട്ടേണ്ട ബ്ലേഡ് എണ്ണക്കല്ലിൽ വെച്ച് ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് നീക്കി മൂർച്ച കൂട്ടുകയോ ചെയ്യും. ഇത് പലതവണ ആവർത്തിച്ച് ചെയ്യാറുണ്ട്. തുടർന്ന് ബ്ലേഡ് ഫ്ലിപ്പ് ചെയ്യുകയും അതേ പ്രക്രിയ ആവർത്തിച്ച് നടത്തുകയും ചെയ്യുന്നു.
മുകളിൽ നൽകിയിരിക്കുന്ന 2 രീതികളിൽ ഒന്ന് മാത്രമേ നമ്മൾ പിന്തുടരാവൂ. ബ്ലേഡിന്റെ ഓരോ വശത്തും 2 രീതികളും ഉപയോഗിക്കരുത്. ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ചില ഉപയോഗപ്രദമായ നുറുങ്ങുകൾ ഇതാ. ബ്ലേഡുകൾ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുമ്പോൾ അധിക എണ്ണ ചേർക്കുക. ഓയിൽ കല്ല് ശരിയായി ലൂബ്രിക്കന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇത് ഉറപ്പാക്കും. ഇതിനെ ടെനോൺ സോ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഗ്രെയിൻസിനൊപ്പവും ഗ്രെയിൻസിന് കുറുകെയും ഷോർട്ട്കട്ട് മുറിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നതിന് ആദ്യം ഹാൻഡിൽ മുറുകെ പിടിക്കുക. എന്നിട്ട് ബ്ലേഡിന്റെ കൂർത്ത മുനയുള്ള അറ്റം മുറിക്കേണ്ട അടയാളപ്പെടുത്തിയ വരയിൽ തടിയിൽ വയ്ക്കുക. എന്നിട്ട് തടി മുറിക്കാൻ ബ്ലേഡ് വേഗത്തിൽ മുന്നോട്ടും പിന്നോട്ടും നീക്കുക. ഇതുപയോഗിക്കാനുള്ള ചില ഫലപ്രദമായ നുറുങ്ങുകൾ ഇതാ. ആഴത്തിൽ കട്ട് ചെയ്യാൻ സോയിൽ ലംബമായി സമ്മർദ്ദം ചെലുത്തരുത്. തടി വേഗത്തിൽ മുറിക്കണമെങ്കിൽ സോ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന വേഗത കൂട്ടുക. മുറിക്കാൻ ബ്ലേഡിന്റെ മുഴുവൻ നീളവും ഉപയോഗിക്കുക. അതിനാൽ ബ്ലേഡിന്റെ മുകൾ ഭാഗവും ബ്ലേഡിന്റെ അടിഭാഗവും സ്പർശിക്കുന്ന തരത്തിൽ ബ്ലേഡ് നീക്കേണ്ടതുണ്ട്. കൂടുതൽ കൃത്യമായ അളവിൽ ലഭിക്കാൻ നിങ്ങളുടെ ചൂണ്ടുവിരൽ ബ്ലേഡിന്റെ ഹാൻഡിൽ വയ്ക്കുക. ഇത് യഥാർത്ഥത്തിൽ ബ്ലേഡ് കൂടുതൽ എളുപ്പത്തിൽ നയിക്കാൻ നിങ്ങളെ സഹായിക്കും. റീക്യാപ്പ്. കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങൾ നമ്മൾ കണ്ടു. മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് സോ എന്ന ഉപകരണം നമ്മൾ കണ്ടു. തടി ഷേവ് ചെയ്യാനും അതിന്റെ കനം കുറയ്ക്കാനും ഹാൻഡ് പ്ലെയിനർ എന്ന ഉപകരണം നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നീട് നമ്മൾ വ്യത്യസ്ത ബ്ലേഡുകൾ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്ന ഫയൽ എന്ന ടൂളും നമ്മൾ കണ്ടിരിക്കുന്നു. ഈ സെഷനിൽ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങൾ നമ്മൾ കണ്ടു. മരം മുറിക്കാൻ ഈർച്ചവാൾ എന്ന ഉപകരണം ഉപയോഗിക്കുന്നു. തടി ചെത്തി മിനുക്കാനും അതിൻ്റെ കനം കുറിക്കാനും ഹാൻഡ് പ്ലാനർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നു. ബ്ലേഡുകളുടെ മൂർച്ച കൂട്ടാൻ അരം എന്ന ഉപകരണം ഉപയോഗിച്ചു. ബ്ലേഡുകളുടെ മൂർച്ച കൂട്ടാൻ ഓയിൽ സ്റ്റോൺ ഉപയോഗിച്ചു. മരം മുറിക്കാൻ ടെനോൺ സോ ഉപയോഗിച്ചു. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.